بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله حدثنا قبيصة بن عقبة قال حدثنا سفيان عن الأعمش عن عبد الله بن مرة عن مسروق عن عبد الله بن عمرو رضي الله عنهما وعنهم أن النبي صلى الله عليه وسلم قال أربع من كن فيه كان منافقا خالصا ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها إذا اؤتمن خان وإذا حدث كذب وإذا عاهد غدر وإذا خاصم فجر تابعه شعبة عن الأعمش. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബാബു അലാമാത്തിൽ മുനാഫിഖി എന്ന ബാബിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഹദീസാണിത്. ആ ഹദീസിലെ റാവികളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത്. 3 റാവികളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു. 4-മത്തേത് അബ്ദുല്ലാഹിബ്നു മുറ റളിയല്ലാഹു അൻഹു ആണ്. ബിളമ്മിൽ മീമി വതസ്ദീദിർ റായി മുറ അൽ ഹമദാനിയു ബിസുകൂനിൽ മീമി ഹംദാനിയു മീമിന് സുക്കൂനാണ് ഹംദാനിയു അൽ കൂഫിയു അത്താബിഇയു അൽ ഖാരിഫിയു. അവർ കൂഫക്കാരനാണ്, താബിഇയാണ്. ഇനി പറയാൻ പോകുന്ന അബ്ദുല്ലാഹിബ്നു മുറൻ്റെ ശേഷം വരാൻ പോകുന്ന മസ്റൂഖ് എന്നവരും താബിഇ തന്നെയാണ്. താബിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഈ ഹദീസിലുള്ള എല്ലാവരും കൂഫക്കാരാണ്. അബ്ദുല്ലാഹിബ്നു അംർ അല്ലാസിയാണ് സ്വഹാബി. അവർ കൂഫയിക്കാരനല്ലെങ്കിലും കൂഫയിൽ പോയവരാണ്. അബ്ദുല്ലാഹിബ്നു മുറ റളിയല്ലാഹു അൻഹു മഹാനാണ്, സിഖത്താണ്. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹും അബൂ സുർഅ റളിയല്ലാഹു അൻഹും പറയുന്നത് സിഖത്തുൻ. ഇമാം ബുഖാരി അവിടെ സ്വഹീഹിൽ കൊണ്ടുവന്നവരാണ്. അതെന്നെ മതി സിഖത്താന്നുള്ളത് എനിക്ക്. എന്നാലും മഹാന്മാരെല്ലാവരും അവരെ സംബന്ധിച്ച് മോശക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ വഫാത്ത് നടക്കുന്നത് ഹിജ്റ 100-ലാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്. അവർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ പ്രമുഖരാണ് ഈ സനദിൽ പറഞ്ഞ സുലൈമാനുൽ അഅ്മശ്. സനദിലെ 4-മത്തെ ആള് മസ്റൂഖ് എന്നവരാണ്. മസ്റൂഖ് എന്നവരെ വെളിപ്പേര് അബൂ ആയിഷ എന്നാണ്. മസ്റൂഖ് ബിനുൽ അജ്ദഅ എന്നാണ് അവരുടെ പേര്. മസ്റൂഖ് ബിനുൽ അജ്ദഅ, മസ്റൂഖ് ബിൽ ജീമി വബിൽ മുഹ്മലതൈൻ. അവരും ഹംദാനിയാണ്, കൂഫക്കാരനാണ്. അവരുടെ അസ്ല് യമനുമാണ്. ബഹുമാനപ്പെട്ടവർ ജനിച്ച ഉടനെ അവരെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കിട്ടിയത്. അതുകൊണ്ടാണ് അവർക്ക് പേരിട്ടത് മസ്റൂഖ് എന്ന്. കക്കപ്പെട്ടവർ പേരെന്നെ അതാ മസ്റൂഖ്. മസ്റൂഖ് എന്നാ പേരെന്നെ, മറ്റൊരു പേര് അവർക്കില്ല. പിന്നെ അവരുടെ സ്ഥാനപ്പേര്, അവരുടെ കുഞ്ഞത്ത് അബൂ ആയിഷ എന്നാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിരിയുടെ പുറത്ത് നിർത്തുന്ന ആളുകളിൽ പ്രമുഖരാണ് അവർ. കൂടുതൽ ആളുകളൊന്നും ആയിഷ റളിയല്ലാഹു അൻഹ മജ്ലിസിലേക്ക് അടുപ്പിക്കലില്ല. എന്നാൽ മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ കടത്തലുണ്ട്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ പോറ്റുപുത്രനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, യാ മസ്റൂഖ്
ഇന്നക മിൻ വലദി വ ഇന്നക ലമിൻ അഹബ്ബിഹിം ഇലയ്യ. മസ്റൂഖ്, നീ എൻ്റെ മക്കളിൽപ്പെട്ടവരാണ്. ആയിഷാ ബീവിൻ്റെ മക്കളാണ് ഉമ്മത്ത് മുഹമ്മദ് മുഴുവനും റളിയല്ലാഹു അൻഹാ. അങ്ങനെയുള്ള ഈ ഉമ്മത്തിന് മുഴുവനും ഉമ്മയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ നസ്സ് കൊണ്ട് ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെല്ലാവരും. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ മസ്റൂഖിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇന്നക മിൻ വലദി വ ഇന്നക ലമിൻ അഹബ്ബിഹിം ഇലയ്യ. എനിക്ക് ധാരാളം മക്കളുണ്ട്, എല്ലാവരും എൻ്റെ മക്കൾ തന്നെ ഞാൻ സമ്മതിച്ചു, പക്ഷേ അവരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നീയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പോറ്റുപുത്രനാണ്. ആ പോറ്റുപുത്രനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു മകളുണ്ടായിരുന്നു. ആ മകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരാണ് നബി കൊടുത്തത്. ആ പേര് കൊടുത്തത് കൊണ്ടാണ് അബു ആയിഷ എന്നവരെ സംബന്ധിച്ച് വിളിക്കുന്നത്. മഹാനവർകള് വലിയ സുജാഇയാണ്, മുഖ്ലറമിൽപ്പെട്ടവരാണ്. മുഖ്ലറം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുസ്ലിമായി, പക്ഷേ നബി തങ്ങളെ കണ്ടിട്ടില്ല. താബിഈയാണ്, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരാണ്. അതോടുകൂടെ നബി തങ്ങളെ കാലത്തിന് മുസ്ലിമായവരുമാണ്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ അവർക്ക് 14 അല്ലെങ്കിൽ 13 വയസ്സാണുള്ളത്. ഹിജ്റയുടെ 1 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഹിജ്റയുടെ 2 കൊല്ലം മുമ്പ് ജനിച്ചവരാണ്. സല്ലാ ഖൽഫ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശഅബി മഹാനായ മസ്റൂഖിൻ്റെ പ്രധാന ശിഷ്യനാണ്. ആ ശഅബി പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിസ്കരിച്ച ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരുടെ കൂട്ടത്തിൽ മസ്റൂഖിനേക്കാൾ മസ്റൂഖിനെ ഞാൻ ഏറ്റവും കൂടുതൽ മദ്ഹ് ചെയ്യുക, എല്ലാവരും മുന്തിക്കുക, എല്ലാവരും വെച്ച് ഏറ്റവും മുന്തിക്കുന്ന ആള് മസ്റൂഖാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നബി തങ്ങളെ പിന്നിൽ നിസ്കരിച്ചവരെ പറ്റിയല്ല പറയുന്നത്. നബി തങ്ങളെ പിന്നിൽ നിസ്കരിക്കാതെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിസ്കരിച്ചവരുടെ അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ സ്വഹാബത്ത് അല്ലാത്ത താബീങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആള് ശഅബിയാണ്, അല്ല ഏറ്റവും വലിയ ആള് മസ്റൂഖാണ് എന്ന് ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള പ്രമുഖരായ ധാരാളം മഹാന്മാരെ തൊട്ട്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പോലെയുള്ള മഹാന്മാർ ധാരാളം ആളുകൾ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളാകുന്നു. കിതാബുകൾ അവർ ചരിത്രം നോക്കിയാൽ പരന്ന് കിടക്കുകയാണ്. സിയർ അഅ്ലാമുൻ നുബലാ ധാരാളം എഴുതിയിട്ടുണ്ട്. അതുപോലെ സീറ കിതാബുകൾ ഏതെടുത്ത് നോക്കിയാലും അവരെ സംബന്ധിച്ച് സിഫത്തു സഫ്വ അതിലും ധാരാളം അവരെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഐനി പറയാണ്, ഇത്തഫഖ അലാ ജലാലതിഹി വ തൗസീഖിഹി വ ഇമാമതിഹി. അവര് വലിയ മഹത്വമുള്ളവരാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണ്, ഇമാമത്തിന് പറ്റിയവരാണ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മാത്രവുമല്ല, വക്കാന അഫ്റസ ഫാരിസിൻ ബിൽ യമൻ, യമനിൽ നിന്ന് വന്ന കുതിരപ്പടയാളികളിൽ വെച്ച് ഏറ്റവും വലിയ പടയാളികളിൽ പെട്ടവരാണ് അവര്. വലിയ യുദ്ധശാലിയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്, കാരണം അവരുടെ കുടുംബം തന്നെ അങ്ങനെ. വഹുവ ഇബ്നു ഉഖ്തി മഅദി കരിബ, മഅദി കരിബ എന്നവരുടെ സഹോദരിയുടെ മകനാണ്. മഅദി കരിബയുടെ ഇബ്നു ഉഖ്തി അംർ ഇബ്നു മഅദി കരിബ, അംർ ഇബ്നു മഅദി കരിബയുടെ പെങ്ങളെ മോനാണ്. അപ്പം അംർ ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മസ്റൂഖ് എന്നവരുടെ അമ്മാവനായി വരും, ഉമ്മയുടെ സഹോദരൻ.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു മഅദി കരീമിനെ കണ്ട പലപ്പോഴും പറയും, സുബ്ഹാനല്ലദീ ഖലഖനാ വഖലഖ അംറൻ, അംറിനെയും ഞങ്ങളെയും പടച്ചതായ അല്ലാഹു ഞാൻ പരിശുദ്ധനാക്കുന്നു. ചിലപ്പോൾ ഹംദും ചെയ്യലുണ്ട്. അതുപോലെ അംറിനെ പടച്ച അല്ലാഹു ഞാൻ സ്തുതിക്കുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖാദിസിയ യുദ്ധം, യമാം ഖാദിസിയ യുദ്ധം, അതുപോലെ യർമൂക്ക് യുദ്ധം, നഹാബന്ദ് യുദ്ധം, ഈ യുദ്ധത്തിലെല്ലാം നിർണായക പങ്ക് വഹിച്ചവരാണ് അംർ ഇബ്നു മഅദി കരീബ. അവരാണ് അമ്മാവൻ നമ്മളെ മസ്റൂഖിൻ്റെ. ഖാദിസിയ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് പേർഷ്യക്കാര് ഏറ്റവും വലിയ പടയാളി, അദ്ദേഹത്തെ പറ്റി ഉപമിക്കൽ ചരിത്രകാരന്മാർ അദ്ദേഹം ഒരു ഉഹുദ് മല പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മസിലെല്ലാം വലിയ വലിയ കുന്നുകളെ പോലെയായിരുന്നു. അങ്ങനെയുള്ള ഒരു പടയാളിയാണ് ആദ്യമായി ഇറങ്ങി വന്നത്. എന്നിട്ട് ചോദിച്ചു, സഅദ് ഇബ്നു അബീ വഖാസുള്ള നേതാവ്, നിങ്ങളെ കൂട്ടത്തിൽ എന്നോട് പടപൊരുതാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ വിടേ, ഞാൻ സ്വർഗത്തിൽ, നിങ്ങൾക്ക് മരിച്ച ഷഹീദായ സ്വർഗത്തിലേക്കല്ലേ, ഞാൻ സ്വർഗത്തിലേക്ക് വേഗം വിട്ടോളാം. അംർ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. അംർ അയാളും കൊണ്ട് നോക്കുമ്പോൾ അയാളെക്കാട്ടിലും ഒട്ടും മോശമല്ല അംർ. അത്രയും വലിയ ശരീരമൊക്കെ ഉള്ളവരാണ്, വലിയ യോദ്ധാവാണ്. അവരുടെ വാളിന് തന്നെ വലിയ പ്രസക്തിയുള്ള വാളാണ്. ആ വാളും കൊണ്ട് അംർ പോയി കൂടുതലൊന്നും മെൻകടാതെ തന്നെ ആ പഹയനെ കൊന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനിക്ക് അംർ ഇബ്നു മഅദി കരീമിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അവരെ പറ്റി പറയുന്നുണ്ട്. പറഞ്ഞപ്പം അവരുടെ സഹോദരിയുടെ മകനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോവുകയാണ്. അംർ ഇബ്നു മഅദി കരീം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയത്ത് ഉമർ ഖത്താബിന് കത്തെഴുതി, ഞങ്ങൾ 30,000 ആളേ ഉള്ളൂ. ഹിർക്കലിന്റെ സൈന്യാധിപൻ, ഹിർക്കലിന്റെ സൈന്യം 3,00,000-ൽ കൂടുതലുണ്ട്. ഒന്നാമത്തെ വട്ടം തന്നെ അവർ 1,00,000 സൈന്യമാണ് സജ്ജമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് പട്ടാളത്തിൻ്റെ കുറവുണ്ടോ എന്ന് സഹായിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകെ 2 ആളെ വിട്ടുകൊടുത്തത്. റിവായത്ത് 3 ആൾ എന്ന് പറയുന്നുണ്ട്. ഒന്ന് അംർ ഇബ്നു മഅദി കരീബ, 2 തുലൈഹത്ത് റളിയല്ലാഹു അൻഹു. എല്ലാവരും വലിയ ചരിത്രങ്ങളുള്ളവരാണ്. 2 ആളെ വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ആ കൂട്ടത്തിലേക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട കഅക്കാബ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തത് എന്ന് പറയുന്നുണ്ട്. 2 റിവായത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ 3000 ആളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 3 ആളെ വിട്ടിട്ട് അതിന് 3000 ആള്, അല്ലെങ്കിൽ 2 ആളെ വിട്ടിട്ട് 2 ആളെ സഹായിച്ചിട്ടുണ്ട്. 2,000 പട്ടാളക്കാരും വിട്ടിട്ടുണ്ട് പറഞ്ഞത്. ഒരു 2 ആളെ വിട്ടിട്ട് അതിൽപ്പെട്ട അംർ ഇബ്നു മഅദി കരീബ അവരുടെ സഹോദരനാണ് ബഹുമാനപ്പെട്ട, അവരുടെ സഹോദരിയുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട മസ്റൂഖ് റളിയല്ലാഹു അൻഹു. ഈ മസ്റൂഖ് റളിയല്ലാഹു അൻഹുവും അവരുടെ നേരെ സഹോദരങ്ങളായ വേറെ 3 സഹോദരങ്ങളുണ്ട്, ഒരു 4 ആളാണ്. ആ 3 സഹോദരങ്ങളും ഖാദിസിയയിൽ യുദ്ധത്തിന് വേണ്ടി പോരുകയും 3 ആളും ഷഹീദാവുകയും മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയ്ക്ക് വെട്ടുകൊണ്ടതിൻ്റെ പേരിൽ കൈ കൊഴഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അതാണ് ചരിത്രം. അതാണ് പറയുന്നത്, വകാന അഫ്രസ ഫാരിസിൻ ബിൽ യമൻ, യമനിലുള്ള കുതിരപ്പടയാളികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പടയാളികളിൽപ്പെട്ടവരായിരുന്നു അവർ അതോടുകൂടെ വലിയ ആബിദായിരുന്നു. അവരുടെ ഇബാദത്ത് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ചരിത്രത്തിൽ പറയുന്നത്. മഹാനവർകൾ മക്കയിലേക്ക് ഹജ്ജിന് വന്ന് ഒരൊറ്റ രാത്രി പോലും പായിൽ കിടന്നുറങ്ങിയിട്ടില്ല. അവർക്ക് ഏറ്റവും വലിയ ആനന്ദം സുജൂദാണ്. അങ്ങനെ നേരം പുലരുന്നത് വരെ സുജൂദിൽ കിടക്കലായിരുന്നു പതിവ്. നിസ്കരിക്കുക സുജൂദിൽ, ഒരൊറ്റ രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. ദീർഘമായ നിസ്കാരം. അവർ പറയലുണ്ട്, ആ സുജൂദിലുള്ള ഒരു ആനന്ദം, റബ്ബിനെ തൊട്ട് മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം,
അത് അനുഭവിച്ചറിയൽ സുജൂദിലല്ലേ എന്ന് മഹാനവറുകൾ ചോദിക്കുകയും അത് വലിയ രസം അവർ ഉൾക്കൊണ്ട് നിസ്കരിക്കുന്നവരായിരുന്നു. ഹറമിലല്ലാത്ത സമയത്ത് മഹാനവറുകൾ വീട്ടിലാകുമ്പോൾ എല്ലാ രാത്രിയിലും ദീർഘമായ നിസ്കാരം നിസ്കരിക്കും. നിസ്കാരത്തിൻ്റെ ദൈർഘ്യം അവരുടെ 2 കാലും നീര് കെട്ടുന്നത് വരേക്കുമായിരുന്നു. അവന് റസൂലുള്ളാഹി വഫാത്ത് പോയ പോലെ 63-ാമത്തെ വയസ്സിലാണ് വഫാത്ത് ആകുന്നത്. 2 കാലും നീര് കെട്ടി വീർക്കും ദീർഘമായ നൃത്തം കാരണമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ തന്നെ അവിടെ ഒരാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ ശരീരത്തെ ഇത്രമാത്രം ഉപദ്രവിക്കുന്നത്? കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? അതിന് കൊടുത്ത മറുപടി എന്താ? അല്ലാഹു തആല എന്നെ ശിക്ഷിക്കൂല എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞാൽ തന്നെ, ആ ഉറപ്പ് എനിക്ക് കിട്ടിയാൽ തന്നെ ഞാൻ ഇബാദത്ത് ഒഴിവാക്കൂല. കാരണം അതിൻ്റെ അത്ര അള്ളാഹു എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന അത്ര ആനന്ദമുള്ള മറ്റൊരു സംഭവമില്ല. മഹാനവറുകൾ നേരത്തെ പറഞ്ഞല്ലോ, ആയിഷ എന്ന മകള്, ആ മകള് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവക്കാരനാണ്. ഒരു ദിവസം ചൂട് കാലത്ത് മക്ക മദീന ഇതുപോലെയുള്ള അറേബ്യൻ നാടുകളിലുള്ള ചൂട് കാലം എന്ന് പറഞ്ഞാൽ പകൽ ദീർഘമായ തണുപ്പും പകലുമുണ്ടാകും. 17-18 മണിക്കൂറെല്ലാം പകലുണ്ടാകും. അങ്ങനെയുള്ള ദീർഘമായ പകലിൽ കൊടും ചൂടിൽ മഹാനവറുകൾ നോമ്പനുഷ്ഠിച്ചു. ഇടയ്ക്ക് വെച്ച് ബോധം കെട്ടുപോയി. മകള് വന്നു. നോമ്പ് മുറിയുന്ന ബോധം കെടല്ല, തളർന്നു പോയി എന്നർത്ഥം. അങ്ങനെ ആ തളർന്നു കിടക്കുന്ന അവരോട് പറഞ്ഞു, വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം. പിതാവ് ചോദിക്കാണ്, എന്തിനാണ് മകളെ നീ എന്നോട് വെള്ളം കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്? അപ്പോൾ മഹാനവറുകൾ മകൾ പറഞ്ഞു, നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ പറയാണ്, ഈ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാണ്. മകളോട് പറഞ്ഞ മറുപടി, യാ ബുനയ്യ ഇന്നമാ തലബ്തു റിഫ്ക ലിനഫ്സി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 500 വർഷം 50,000 കൊല്ലം നീണ്ട് വലിപ്പം ദൈർഘ്യമുള്ള ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ദുനിയാവിൽ 50,000 കൊല്ലം ദൈർഘ്യമുള്ള ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസത്തിൽ എൻ്റെ ശരീരത്തിനിക്ക് റിഫ്ക് ഉണ്ടാവാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ശാന്തി ഉണ്ടാവാൻ വേണ്ടി, ദയ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നത്. അപ്പം എനിക്ക് സ്നേഹമുണ്ടോ, എൻ്റെ നോമ്പ് മുറിപ്പിക്കരുത്. കാരണം റിഫ്ക് അതാണ്, അപ്പോഴാണ് റിഫ്ക് വേണ്ടത്, ഇപ്പോഴല്ല. അവരുടെ ഭാര്യ പല സമയത്തും അവരുടെ ശരീരത്തിൽ നീര് കെട്ടി വീർക്കുന്നതിൻ്റെ പേരിൽ കാലിൽ അവർ ബാക്കിൽ നിന്ന് അങ്ങനെ കരയും. കാരണം സ്വന്തം ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് നീര് വന്ന് വീർക്കുമ്പോൾ സ്നേഹമതികളായ ഭാര്യമാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരാരും വിളിച്ചുണർത്തുകയോ ഇടങ്ങറാക്കുകയോ ചെയ്യുകയില്ല. അവർ മുഅക്കദാസുന്നത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ലാതെ ഇതൊക്കെ സ്വയമായ ഇബാദത്തുകളായിരുന്നു. ഇബാദത്തിൽ എണ്ണിപ്പറയപ്പെടാൻ പറ്റുന്ന ഒരു മഹാനാണ് അവർ. അതാണ് ശഅബി റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അലിംതു അന്ന അഹദൻ കാന അത്ലബ ലിൽ ഇൽമി ഫീ ഉഫ്കി മിനൽ ആഫാഖ് മിൻ മസ്റൂഖ്. മസ്റൂഖിനേക്കാളും ലോകത്ത് എവിടെങ്കിലും മസ്റൂഖിൻ്റെ മാതിരി ഇൽമ തേടുന്ന മറ്റൊരാളെ ഞാൻ അറിയില്ല. മസ്റൂഖിനെ സംബന്ധിച്ച് പറയുന്നവർക്ക് മുഴുവനും വലിയ വലിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. അവരെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും അവരെ താഴ്ത്തിക്കെട്ടാനോ അവരെ മോശമാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇത്തിഫാക്കുള്ള മഹാനാണ് അവർ, മഹാനായാണ് എന്നുള്ള വിഷയത്തിൽ.
അറിയപ്പെട്ട ലോകത്തെ വലിയ കാദിയാണ് കാദി ശുറൈഹ്. എന്നാൽ ആ കാദി ശുറൈഹും മസ്റൂഖും രണ്ടാളും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരാണ്. എന്നാൽ മസ്റൂഖ് ശുറൈഹിനേക്കാളും ഫത്വ കൊണ്ട് ഏറ്റവും അറിയുന്നവരാണ്. വിധി പറയാൻ ശുറൈഹുമായിരുന്നു സാർ. പക്ഷേ എന്തെങ്കിലും ഒരു അഭിപ്രായ ചർച്ച ചെയ്യേണ്ട വിഷയം വന്നാൽ ശുറൈഹ് ഖാദി മസ്റൂഖിൻ്റെ അടുത്ത് വന്നിട്ട് മുഷാവറ ചെയ്യും. മസ്റൂഖിനിക്ക് ഒരു ദിവസം പോലും ശുറൈഹിനോട് ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏത് വിഷയവും വളരെ അധികം ദൃഢതയുള്ളവരായിരുന്നു. അൽക്കമത്ത് ബിൻ മർസദ് എന്നവർ പറയാണ്, സിഫത്തു സഫുവയിൽ കാണാം. انتهى الزهد إلى 8 من التابعين منهم مسروق بن الأجدع. സുഹുദ് താബിഈങ്ങളിൽ നിന്ന് 7-8 ആളിലേക്കാണ് അറ്റമാകുന്നത്. ആ 8-ൽപ്പെട്ട ഒരാളാണ് മസ്റൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ വഫാത്താകുമ്പം വല്ലാതെ കരഞ്ഞു. ഇത്ര ഇബാദത്തെടുക്കുന്ന വലിയ മഹാൻ മാത്രമല്ല, കുറേ ചരിത്രം എത്ര എന്ന് പറഞ്ഞാൽ തീരാത്ത ചരിത്രമാണ്. അവർ സക്കാത്ത് പിരിവിന് പോയി, ഗവൺമെൻറ്റിൻ്റെ ആളായിട്ട് പോയി വന്നപ്പം ആകെയുള്ളത് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു സഞ്ചിയുണ്ട്, വേറെ ഒന്നുമില്ല. കുടുംബങ്ങൾ സഞ്ചി പരതി നോക്കുമ്പം അതിലുണ്ട് പിടിയില്ലാത്ത ഒരു മഴു. അപ്പം അവർ ചോദിച്ചു, ഇത്രയും കാലം ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായി പോയിട്ട് ഇതേ നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ, അതെന്നെ പിടിയില്ലാത്ത മഴു. അപ്പം അവർ പറയാണ്, ആ മഴു തന്നെ ഞാൻ ആരോടോ ഒരു വായ്പ വാങ്ങിയതാണ്, ആരേക്കുന്നാന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ മറന്നു പോയതാണ് തിരിച്ചു കൊടുക്കാൻ, എൻ്റേതായിട്ടൊന്നുമില്ല. അവർ ചെയ്യുന്ന ജോലിക്ക് അവർ കൂലി വാങ്ങലില്ല. ഫത്വ കൊടുത്താലും ഇൽമു പഠിപ്പിച്ചാലും അങ്ങനെ ഏത് പടി ചെയ്താലും അതിനൊക്കെ കൂലി വാങ്ങുന്നവരല്ല. അവർ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തോതി കൂലി വാങ്ങേണ്ടതില്ല എന്ന് തെളിവ് പറയുന്നവരാണ്. പലപ്പോഴും പല അമീറന്മാരും വലിയ വലിയ സംഖ്യകൾ അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, ഒന്നും സ്വീകരിക്കൂല. മകളെ തന്നെ കല്യാണം കഴിക്കുമ്പോൾ മഹർ വലിയ സംഖ്യ പറഞ്ഞ് കല്യാണം കഴിച്ചു. പക്ഷെ ആ കിട്ടിയ സംഖ്യ മുഴുവനും അത് സദക്ക ചെയ്യുകയാണ് ചെയ്തത്, ഇൽമിനെ പഠിക്കുന്നവരുടെ പേരിലും യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളുടെ പേരിലും. മഹാനകൾ വഫാത്താകുന്ന സമയത്ത് അവർ വല്ലാതെ കരഞ്ഞു. സക്രാത്തുൽ മൗത്തിൻ്റെ സമയത്ത് കരഞ്ഞു. കരഞ്ഞപ്പോൾ ചോദിച്ചു, മാ ഹാദൽ ജസ, ഇതെന്ത് പൊറുതിയടാണ്, ഈ സമയത്ത് എന്തൊരു പൊറുതിയടാണ്? കാല മാലീല അജിസാവും, ഞാനെങ്ങനെ പൊറുതിയട് കാട്ടിക്കാതിരിക്കുക? ഈ സമയത്ത് ഇത് അങ്ങനത്തെ ഒരു സമയമല്ലേ, ഇവിടെ പൊറുതിടാവാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒരു വഴി സ്വർഗത്തിലേക്കുള്ളതാണ്, ഒരു വഴി നരകത്തിലേക്കുമാണ്. ബൈന യദയ്യ ത്വരീഖാനി ലാ അദ്രി ഇലൽ ജന്ന അം ഇലൻ നാർ. ഏത് വഴിയിലേക്കാണോ എന്നെ കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കരയാതിരിക്കും, പൊറുതിട് കാട്ടാതിരിക്കും. മഹാന്മാരെ അവസ്ഥയാണത്. അല്ലാഹുവേ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരാണ് മസ്റൂഖ് എന്നവരാണ് നമ്മുടെ ഈ ഹദീസിൽ സ്വഹാബിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ സ്വഹാബി. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മഈൻ ഹദീസിൻ്റെ നഖാദാണ്. അവരോട് ചോദിക്കപ്പെട്ടു, മസ്റൂഖ് എങ്ങനെയാണ്, താബിഈയാണല്ലോ, ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? യഹ്യ ബിൻ മഈൻ ചൂടായി. എന്നിട്ട് പറഞ്ഞു, ലാ യുസ്അലു അൻ മിസ്ലി മസ്റൂഖ്, മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളെ പറ്റി അങ്ങനെ ചോദിക്കാൻ പാടില്ല.
അവരെപ്പറ്റി ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരല്ലേ, എന്നിട്ട് ഒന്നും തിരിയാത്തവരെമാതിരി ചോദിക്കാൻ തന്നെ പാടില്ല. അവരെ സംബന്ധിച്ച് ഒരൈബ് പോലും ഒരാൾക്കും പറയാനുള്ളവരല്ല. ഈ ഹദീസിൽ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ സംബന്ധിച്ച് ചെറിയൊരു ചർച്ച മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ആസ് പറയാണ്, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാല പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങൾ. നക്കിറ മുക്തയാണ്, മുളാഫിലഹി കളഞ്ഞതാണ്. ആ മുളാഫിനോട് പാരം വന്ന ഇവദിൻ്റെ തൻവീനാണ്. അപ്പോൾ അർബൗ ഖിസാലിൻ എന്നാണ്. അപ്പം 4 കാര്യങ്ങൾ തഖ്സീസ് ഉണ്ട്, അതാണ് നക്കിറ മുക്തായി വന്നത്. 4 കാര്യങ്ങൾ. മൻ വല്ലവനും കുന്ന, ആ 4 കാര്യങ്ങൾ ഉണ്ടായി, ഫീഹി അവനിലുണ്ടായാൽ, കാന മുനാഫിഖൻ ഖാലിസോ, അവൻ ഒറിജിനൽ കലർപ്പില്ലാത്ത മുനാഫിക്കാകും. അതിൻ്റെ ചർച്ച നമ്മൾ തൊട്ട് മുമ്പത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഖാലിസായ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദിൽ മുനാഫിഖ് എന്നല്ല, അത് മുശ്രിക്കാണ്. പിന്നെ ഏതാണ്? അമലിൽ ഖാലിസായ മുനാഫിക്കാകും. അതാണ് ഫത്ഹുൽ ബാരി എല്ലാം റാജിയാക്കിയ അർത്ഥം, അമലിലുള്ള മുനാഫിഖ്. ഈ 4 കാര്യം ഒരുത്തലിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ മുനാഫിക്കാണ്. അല്ലെങ്കിൽ ഇമാം നബി പറഞ്ഞ മാതിരി മുനാഫിക്കിൻ്റെ പോലെയുള്ളവനാണ് അവൻ എന്നല്ലാതെ ദർക്കുൽ അസ്ഫലി മിനന്നാർ എന്ന് പറയുന്ന മുനാഫിക്കല്ല. ഒമൻ വല്ലവനും കാനത്ത് ഫീഹി, അവനിലുണ്ടായാൽ ഖസ്ലത്തും മിൻഹുന്ന, ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ, കാനത്ത് ഫീഹി, അവനിലുണ്ടാകും, ഖസ്ലത്തും മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള ഒരു കാര്യമുണ്ടാകും. ഹത്താ യദ്അഹ, ആ കാര്യത്തിലെയും അവൻ ഒഴിവാക്കുന്നത് വരേക്കും. എന്നല്ലാതെ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇവരല്ല വേണ്ടത്, ആ സ്വഭാവം അവനിൽ നിന്ന് ഒഴിവാക്കി അവൻ തൗബ ചെയ്യുന്നതുവരേക്കും അവൻ അതിൽ ആ ഒരു നിഫാഖിൽ എന്നുള്ളൊരു കാര്യമുള്ളവനായി മാറും. അവൻ 4 മുനാഫിക്കാകും. ഏതൊക്കെയാണ് ആ 4 കാര്യം? ഇത് തുമിന ഖാന, അവന് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ ചതി നടത്തും, സാമ്പത്തിക തിരിമറി നടത്തുന്നോണാണ്. അവന് വിശ്വസിച്ചിട്ട് അവനക്ക് കടം കൊടുത്താലോ അവൻ്റെ അടുത്ത് ഒതിയത്ത് വെച്ചാലോ പിന്നീട് അത് കിട്ടുന്ന കാര്യമല്ല. വൈദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ച അതിവർത്താനം പറഞ്ഞാൽ അവൻ കളവ് പറയും. അതിനർത്ഥം 2 അർത്ഥം ഉണ്ട് അവിടെ. ചില ഇമാമിങ്ങൾ പറഞ്ഞത് ഇതാ എന്ന് പറയുന്നതിനിക്ക് ദവാമിൻ്റെ മാനുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പം തൊള്ള പറഞ്ഞാലും നോണേ പറയുള്ളൂ. ഓൻ തൊള്ളൾക്ക് 2 കാര്യത്തിനാണ് അറിയല്ലോ. ചില ആളുകളെ പറ്റി പറയുന്ന പ്രയോഗമാണ് 2 കാര്യത്തിൽ തൊള്ളൾക്കുള്ളൂ, ഒന്ന് തിന്നാൻ, മറ്റൊന്ന് കളവ് അറിയാനോ. അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ശംസുലമെല്ലാം ആ അർത്ഥം വെക്കലുണ്ട് പലപ്പോഴും. വേറെ ചില മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ വർത്താനത്തിൽ ജീവിതത്തിൽ ചിലപ്പോൾ കളവ് പറയും, എന്നാലും ഇതാ ഹദ്ദസ കദബ പറയും. വർത്താനം പറഞ്ഞാൽ നുണ പറയാ, എപ്പോഴും അവൻ്റെ പതിവായി വന്നോണമെന്നില്ല. അത് വലിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഒരു മുസ്ലിം വ്യഭിചരിക്കൂ, യസ്നിൽ മൂമിൻ വ്യഭിചരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഭവിച്ചേക്കാം. പിന്നെ ചോദിച്ചു, ആ യസ്രിക്കുൽ മൂമിന് കക്കുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സംഭവിച്ചേക്കാം. എന്നാ ചോദിച്ചു, മുസ്ലിം കളവ് പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുസ്ലിം കളവ് പറയില്ല, മൂമിൻ കളവ് പറയില്ല. ഈ തെളിവായിട്ട് ഓതിയത് ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുമിനൂൻ, ഈമാനില്ലാത്തവരാണ് നുണ പറയുന്നവര്. തീർച്ചയായും അസറുണ്ട് അവിടെ. ഈമാനില്ലാത്തവർ മാത്രമേ കളവ് നുണ പറഞ്ഞുണ്ടാക്കുള്ളൂ. അതുകൊണ്ട് കളവ് പറഞ്ഞ മൂമിനാവൂല. അപ്പൊ കളവ് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ചില ആളുകൾ
മാലിക് ഇമാമിന്റെ തഫ്സീർക്ക് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾക്ക് കളവ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂയിപ്പാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ കളവ് അറിയും. അത് നല്ല ലക്ഷണമല്ല. ഈമാനില്ലാത്തവൻ്റെ സ്വഭാവമാണ്. അത് നിഫാഖിലേക്ക് കൂട്ടും. നിഫാഖിലേക്ക് കൂട്ടി അത് കുഫ്റിലേക്ക് വരും. വളരെ ശ്രദ്ധിക്കണം. ഇമാമിങ്ങൾ പറയുന്ന കളവ് പറയുന്നവനിക്ക് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം വിളിച്ചു പറയാൻ കഴിയൂല. അവിടെ അത് തടസ്സമായി വരും. വളരെ ശ്രദ്ധിക്കണം. സൂൽ ഖാത്തിമനെ പേടിക്കേണ്ട വിഷയമാണ് കളവ്. വൈദാ ആഹദ ഗദറ. മൂന്നാമത്തെ കാര്യം, ഓന് കരാറ് ചെയ്താൽ ആ കരാറിനെ അവൻ ലംഘിക്കും. കരാറ് ലംഘിക്കും. ഏത് വിഷയത്തിൽ അവനുമായി കരാറിൽ ഏർപ്പെട്ടോ ആ കരാറിൽ ഏർപ്പെട്ടാൽ അവൻ അതിനെ ലംഘിക്കും. കരാറ് ലംഘിക്കും. കരാറും വഅദും രണ്ടാണ്. മറ്റേ നമ്മൾ ഓതിപ്പോകുന്ന ഹദീസിലുള്ളത് ഇദാ വഅദ അഖ്ലഫ. അതാണ് ഇമാം നബി എല്ലാം പറയുന്നത്. അത് വേറൊരു കാര്യമാണ്. അല്ലെങ്കിൽ നാലിൽ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ പെടുത്തുകയും ചെയ്യാം എന്ന് ചർച്ചകളുണ്ട്. നാലാമത്തെ കാര്യം വഇദാ ഖാസമ ഫജറ. വല്ല കാരണവശാലും അവനുമായി ഒരു തർക്കം കൂടേണ്ടി വന്നാൽ ഫജറ, ഓൻ തോന്നിയാസം പറയും. അതാ ശ്രദ്ധിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വൈദാ ഖാസമ ഫജറ. ഇപ്പോൾ ഒരു മൂല്യര് ബഹുമാനപ്പെട്ട മഹാനായ തിരുപ്പഞ്ചി ഉസ്താദിൻ്റെ ആണ്ടിൽ വെച്ചിട്ട് വലിയ അധ്യക്ഷനായി നിന്നതാണ്. പൊതുജനത്തോട് വിളിച്ച് പറയാണ് ഫസ്തഖിം കമാ ഉമിർത എന്ന ആയത്തിനിക്ക് ഒരാളോട് കച്ചറ കൂടുമ്പോൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥപ്രകാരം പറയേണ്ടത് നായിൻ്റെ മകനെ പറഞ്ഞത് കേട്ട് പറഞ്ഞത് പ്രവർത്തിച്ചോന്നാണ്. ഇതാണ് ഇദാ ഖാസമ ഫജറ. താഴെ തട്ടിക്ക് ഇറങ്ങിച്ചെന്നാലും മേലെ തട്ടിക്ക് ഇറങ്ങിച്ചെന്നാലും ഇതുപോലുള്ള നായി പ്രയോഗങ്ങൾ നടത്തുക. ഖദ്ഫിൻ്റെ വാക്ക് പറയാ, തോന്നിവാസം വിളിച്ച് പറയാ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ അർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വാക്കിൻ്റെ അർത്ഥം എത്ര വലിയ അപരാധമാണ്. റസൂലുള്ളാഹിനെ അല്ലാഹു തആല ബഹുമാനിച്ചുകൊണ്ട് അവിടെ അങ്ങനെ അർത്ഥം വെക്കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥ വാക്കതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഗൗരവം വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള എന്തോ അസ്രിനിക്ക് പ്രശ്നമുള്ള ആളുകൾ ഏതോ വിധേന അവർ വക്കൽ നിന്ന് നിഫാഖുള്ളിലുള്ളവർ അവർ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് അടുപ്പിക്കരുത്. തോന്നിവാസം പതിവാക്കുന്നവർ വൈദാ ഖാസമ ഫജറ. ഒരാൾ മുനാഫിക്കാണോ അല്ലേ, മുനാഫിക്കിൻ്റെ സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ അവനുമായി മുഖാസമത്ത് ചെയ്യുമ്പോൾ ആരെങ്കിലും ചീത്ത പറയേണ്ടി വന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓവറായാൽ, ഫുജൂറിൻ്റെ വാക്ക് പറയുന്നുണ്ടോ അവൻ മുനാഫിഖാൻ. വൈദാ ഖാസമ ഫജറ. റസൂലുള്ളാഹി പറയുന്നു, ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടായാൽ അവൻ ഒറിജിനൽ മുനാഫിഖാണ്. 4ൽപ്പെട്ട ഒന്നുണ്ടായി കഴിഞ്ഞാൽ അവൻ നിഫാഖിൻ്റെ റുബുള്ളവനാണ്. വളരെ സൂക്ഷിക്കേണ്ട ഹദീസാണ്, പേടിപ്പിടിക്കുന്ന ഹദീസാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ സ്വഭാവമാണിത്. അധിക മനുഷ്യന്മാരിലും ഈമാനിൻ്റെ കടുകട്ടി ഉണ്ടാവൂല. എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര വലിയ മധ്യസ്ഥരാണെങ്കിലും, എത്ര ആളുകൾ ആദരിക്കുന്നവരാണെങ്കിലും അവരുമായി മുഖാസമത്തിൽ ഏർപ്പെടുമ്പോഴേ ആ സ്വഭാവം മനസ്സിലാവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി. ഈ ഹദീസിൻ്റെ അർത്ഥം വളരെ വിശദമായി താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി എന്നത് വിശദമായി
നാം ചർച്ച ചെയ്തിട്ടുണ്ട്. സുഫിയാനു സൗരി അയ്മഷിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മാതിരി ഈ ഹദീസിനെ ശുഅബ എന്നവർ അയ്മഷിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയ്മഷിൻ്റെ ഉസ്താദ് അബ്ദുല്ലാഹിബിൻ മുറയാണ്, അവരുടെ ഉസ്താദ് മസ്റൂഖാണ്, അവരുടെ ഉസ്താദായി വരുന്നത് അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാസിയാണ്. അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാസി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിട്ട്. പക്ഷേ ശുഅബ മുതൽ റാവി വ്യത്യാസമുണ്ട്. ഇവിടെ സുഫിയാൻ്റെ റാവിയായിട്ട് വരുന്നത് ഖബീസത്ത് ബിൻ ഉഖബയാണെങ്കിൽ ശുഅബയുടെ ഉസ്താദായി വരുന്നത് വേറെ ആളാണ്. ഹദീസ് വരുന്നുണ്ട് ബിശ്ർ ബിൻ ഖാലിദ്, അവരുടെ ഉസ്താദായിട്ട് വരുന്നത് മുഹമ്മദ് ബിൻ ജാഫർ, അവരുടെ ഉസ്താദാണ് ശുഅബ. ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ ഫായിദ എന്താ? ഈ വാക്കിൻ്റെ ഫായിദ ബഹുമാനപ്പെട്ട ഖബീസ റളിയല്ലാഹു അൻഹു സുഫിയാനു സൗരിയോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ലഈഫാണെന്ന് പലരും പറയലുണ്ട്. ഖബീസ റളിയല്ലാഹു അൻഹു മോശമാണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ശക്തമായ താക്കീതാണ് ഇമാം ബുഖാരി നൽകുന്നത്. ഒരിക്കലും ഖബീസ റളിയല്ലാഹുവിനെ പറ്റിയാണ് പറയരുത്. കാരണം ഇതേ ഹദീസ് അഅ്മശിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായ ശുഅബ റളിയല്ലാഹു അൻഹു അത് വേറൊരു സനദാണത്. അഅ്മശിൻ്റെ മറ്റൊരു ശിഷ്യനാണ് ശുഅബ. അവരെ തൊട്ട് ഖബീസ അല്ലാത്ത റിപ്പോർട്ട് ചെയ്തത് ഇതേമാതിരി തന്നെയാണ്. പിന്നെ അഅ്മശിൻ്റെ ശിഷ്യനായ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ശുഅബ ഖബീസ റിപ്പോർട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ എങ്ങനെ ലഈഫ എന്ന് പറയാ? അഅ്മശിൻ്റെ ഒരേ രണ്ട് ശിഷ്യന്മാർ, ഒന്ന് സുഫിയാൻ മറ്റൊന്ന് ശുഅബ, അവർ രണ്ടാളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അഅ്മശിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ത്വരീഖ് കൂടെയും ഖബീസൻ്റെ ത്വരീഖിൽ കൂടെയും ഹദീസ് വരുന്നതും അതുപോലെ തന്നെ ശുഅബയിലേക്ക് മുട്ടുന്ന മറ്റൊരു സനദ് കൂടെ വരുന്നതും മത്തിനൊന്നല്ലേ, ഒരു വ്യത്യാസമില്ലല്ലോ. പിന്നെ ഖബീസൊക്കെ പഴിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ആണയിട്ട് പറയാണ് ഇങ്ങനൊരു ആരോപണം വരുന്ന ബുഖാരി ഇമാമിനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബുഖാരി ഇമാമിക്ക് മറുപടി ഇവിടെ പറഞ്ഞത് താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി.